പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ വിജയിച്ചു. പക്ഷേ ചേലക്കരയിൽ എന്തുകൊണ്ട് LDFന് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല? വലിയ വോട്ട് കുറയലുണ്ടായി. പക്ഷേ ചേലക്കരയിൽ എന്തുകൊണ്ട് LDFന് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം UDFന്റെ സംഘടനാ സംവിധാനത്തിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വലിയ തോതിൽ വോട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ജയിച്ചിരുന്നെങ്കിൽ അത് സർക്കാർ വിരുദ്ധതയുടെ മുഖ്യ തെളിവായി UDFന് മുന്നോട്ട് വെക്കാൻ കഴിയുമായിരുന്നു എന്ന് ഉള്ളിൽ തന്നെ പറയുന്നുണ്ട്. അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇതിപ്പോൾ ഇടത് സിറ്റിംഗ് സീറ്റാണ്. അവിടെ PV അൻവർ അടക്കമുള്ളവർ മാറി തിരിച്ചു വന്നതാണ്. അവിടെ UDFന് വോട്ടുണ്ട്. നേരത്തെ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളടക്കം വോട്ടുണ്ട്. അവിടെ കുത്തകയാണ്, തങ്ങളുടെ കുത്തകയാണെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു വലിയ വില UDFന് സ്വാഭാവികമായും ഉണ്ടാകും. അത് കൊടുക്കാതിരിക്കാനുള്ള പരിശ്രമം അവിടെയുണ്ട്. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് സംബന്ധിച്ച് കോൺഗ്രസിന് മറ്റ് ഈ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു സ്കില്ലുണ്ട്. അതൊരു കാണിച്ചിട്ടുണ്ട്. അത് സതീശിന്റെ നേതൃത്വത്തിലാണെങ്കിലും മറ്റുള്ളിടത്തൊക്കെ ആണെങ്കിലും. പക്ഷേ ഇത്തവണ പുറത്ത് കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴാണ് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാവുക. ഇത് പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ സമയത്ത് ഇത്ര മനോഹരമായത് ഡീൽ ചെയ്ത രണ്ടാളുകൾ, ഒന്ന് ആര്യാടൻ ഷൗക്കത്ത്, ഒന്ന് VS ജോയ്, രണ്ടുപേരും ഒരൊറ്റ വാക്ക് അങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. വളരെ മനോഹരമായ പ്രഖ്യാപനം നടത്തുന്നു. ഈ സംവിധാനത്തിന് പുറത്തു നിൽക്കുന്ന ഒരാളുടെ പേരിലായിരുന്നു മുഴുവൻ പൊട്ടിത്തെറികളും ഉണ്ടായത്.